ഇനി പ്രവാസ ലോകത്തെ വാർത്തകൾ. സൗദിയിൽ ജോലി ചെയ്യുന്നവർക്ക് ജോലി തടസ്സമില്ലാതെ ഹജ്ജ് ചെയ്യാൻ അവസരമൊരുക്കി സൗദി അറേബ്യ. ഹജ്ജ് ചെയ്യാനായി 15 ദിവസം വരെ ശമ്പളത്തോടു കൂടി അവധി നൽകാനാണ് നിർദ്ദേശം. സൗദി മാനവശേഷിയും സാമൂഹ്യ വികസന മന്ത്രാലയത്തിൻ്റെതാണ് തീരുമാനം. സൗദി ജോലി ചെയ്യുന്നവർക്ക് ഹജ്ജ് നിർവഹിക്കുന്നതിനായുള്ള അവധി സംബന്ധിച്ച നിബന്ധനകളും വ്യവസ്ഥകളുമാണ് പുറത്തിറക്കിയത്. തൊഴിലാളിക്ക് 10 മുതൽ 15 ദിവസം വരെ അവധിക്ക് അർഹതയുണ്ട്. ശമ്പളത്തോടു കൂടിയായിരിക്കും അവധി. ഈ കാലയളവിൽ ബലിപ്പെരുന്നാൾ അവധിയും ഉൾപ്പെടും. അവധി ലഭിക്കുന്നതിന് തൊഴിലാളി നിലവിലെ തൊഴിലുടമയുടെ കീഴിൽ തുടർച്ചയായി 2 വർഷ സേവനം പൂർത്തിയായിരിക്കണം. തൊഴിലാളിക്ക് ഒരിക്കൽ മാത്രമാണ് ഈ ആനുകൂല്യം ലഭിക്കുക. മുമ്പ് ഹജ്ജ് നിർവഹിക്കാത്തവർക്കായിരിക്കും അവസരം. സുഗമമായ ഹജ്ജ് നിർവഹണത്തിനായി നിരവധി സംവിധാനങ്ങളാണ് രാജ്യത്ത് നടപ്പാക്കുന്നത്. ഇന്ത്യ അടക്കമുള്ള വിവിധ രാജ്യങ്ങളിൽ നിന്നും തീർത്ഥാടകർ സൗദിയിലേക്ക് എത്തുന്നത് തുടരുകയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എയർ ഇന്ത്യ എക്സ്പ്രസ് മസ്കറ്റിൽ നിന്ന് കോഴിക്കോട്ടേക്കും കൊച്ചിയിലേക്കുമുള്ള സർവീസുകൾ മെയ് 5 മുതൽ പുനരാരംഭിക്കും. ഒമാനിലെ പ്രവാസി മലയാളികൾക്ക് ആശ്വാസകരമാണ് ഈ തീരുമാനം. മെയ് 5 മുതൽ എല്ലാ ബുധൻ, വെള്ളി, ഞായർ ദിവസങ്ങളിലാണ് കോഴിക്കോട്ടേക്കുള്ള സർവീസ്. മസ്കത്തിൽ നിന്ന് ഉച്ചയ്ക്ക് 2-ന് പുറപ്പെടുന്ന വിമാനം രാത്രി 7:10-ന് കോഴിക്കോടെത്തും. ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിലാണ് കൊച്ചിയിലേക്കുള്ള സർവീസ്. രാവിലെ 8:25-ന് മസ്കത്തിൽ നിന്ന് പുറപ്പെട്ട് ഉച്ചയ്ക്ക് 1:45-ന് കൊച്ചിയിലെത്തും. കേരളത്തിലേക്ക് കണ്ണൂർ, തിരുവനന്തപുരം സർവീസുകൾ ഏപ്രിൽ ആദ്യത്തിൽ പുനരാരംഭിച്ചെങ്കിലും കോഴിക്കോട്, കൊച്ചി സർവീസുകൾ ഉണ്ടായിരുന്നില്ല. ഒമാനിൽ സ്കൂൾ അവധിക്കാലം കൂടി ആരംഭിക്കുന്നതിനാൽ കേരളത്തിലേക്കുള്ള മുഴുവൻ സർവീസുകളും മസ്കത്തിൽ നിന്ന് പുനരാരംഭിക്കുന്നത് പ്രവാസികൾക്ക് സഹായകരമാകും. അതേസമയം സലാല സർവീസുകൾ പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച് ഒരറിയിപ്പും ഇതുവരെ എയർ ഇന്ത്യ എക്സ്പ്രസ് പുറപ്പെടുവിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.